കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ ആ ഒരു ഈറ്റില്ലമായ കേരളമാണ്. ആ തൊഴിലാളി മേഖലയിൽ നമുക്ക് വിഭജനങ്ങളില്ലാതെ, ഞാൻ വളരെ ഊന്നി പറയുകയാണ്, വിഭജനങ്ങളില്ലാതെ തൊഴിലാളികളുടെ താല്പര്യം എന്നും ഐക്യത്തോടെ മുൻകൂട്ടി പോകണമെന്ന് നമ്മുടെ കൊല്ലം ജില്ലക്കാരനായതുകൊണ്ട് നാം ബഹുമാനിക്കാം. എല്ലാ മേഖലയിലും ഐക്യത്തോടെ പോകാൻ നേതൃത്വം നൽകുന്ന ചന്ദ്രശേഖരൻ ചേട്ടനാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. ചന്ദ്രശേഖരൻ ചേട്ടനെ ഞാൻ വളരെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ നിരവധിയായി പാർലമെന്റിലടക്കം ഉന്നയിച്ചിട്ടുള്ളതായ നമ്മുടെ പി രാജേന്ദ്രൻ സാർ വരുന്നുണ്ട്. സാറ് നിരവധി തവണ MP ആയിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. ഇവരൊക്കെ സംയുക്തമായ ട്രേഡ് യൂണിയൻ രംഗത്ത് നമുക്ക് സഹായിക്കുന്നവരാണ്. രാജേന്ദ്രൻ സാറിനെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിൽ തന്നെ കണക്കിലെടുത്തുകൊണ്ട് സാർ ഉടനെ എത്തും. ആ സാറിനെ ഞാൻ വളരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആർ ചന്ദ്രശേഖരൻ അവരുടെ ഏറെ ബഹുമാനത്തോടെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ജനസംഖ്യയുടെ ഭാഗമായി രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതിയുടെ ആ പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ സമ്പാദ്യങ്ങൾ അത് നിഷ്കരണമായി കണ്ണടച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സർക്കാരിനോട് ഇങ്ങനെയുള്ള അനീതി ചെയ്യരുത് എന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. പണിയെടുക്കുന്ന ശമ്പളത്തിൻ്റെ കൂലിയുടെ അംശം നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് സംഭാവന ചെയ്യുമ്പോൾ അത് അങ്ങനെ ഈ രാജ്യത്ത് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യമായി ഇതിൻ്റെ ചർച്ചാവേദികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആദ്യമായി ഞാൻ ഓർക്കുന്നത് 1994 INTUCയുടെ ഒരു ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ അന്തരിച്ചു പോയ INTUC പ്രസിഡന്റ് രാമാനുജമാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ആദ്യമായി പറയുന്നത്. ആശയം കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സത്യത്തിൽ അങ്ങനെ ഒരു സാധിക്കുന്ന കാര്യമല്ല എന്നൊരു തോന്നലായിരുന്നു. കാരണം പ്രൊവിഡന്റ് ഫണ്ടിന്റെ സമ്പാദ്യമുണ്ട്, നമ്മളൊരു വിഹിതം കൊടുക്കുന്നു അല്ലേ, അതേ തത്തുല്യമായ വിഹിതം മാനേജ്മെന്റ് കൊടുക്കുന്നു. ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ്, രണ്ടു കൂട്ടരും കൂടി. ഞാൻ ഉള്ള കാര്യം നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് അത് തത്തുല്യമായ വിഹിതം കൊടുത്തുകൊണ്ട് ഇത് നമ്മുടെ സേവന കാലഘട്ടത്തിലെ ഒരു വലിയ സമ്പാദ്യമായി നമുക്ക് റിട്ടയർ ചെയ്ത് പോകുമ്പോഴും അതിനു മുമ്പ് നമ്മുടെ കല്യാണം വരുമ്പോഴും വീട് വെക്കുമ്പോഴും അല്ലേ, അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ആയി ഇടയ്ക്കൊക്കെ എടുക്കാൻ കഴിയുന്ന, നിശ്ചിതമായി എടുക്കാൻ കഴിയുന്ന ഒരു സമ്പാദ്യ പദ്ധതി എന്നുള്ള നിലയിലാണ് ഞങ്ങളൊക്കെ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ ഇതിൻ്റെ നിർവചനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് ജി രാമാനുജൻ നടത്തിയ ഒരു പ്രസംഗം INTUC വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഒരു വിശദീകരണം നൽകിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ലക്ഷക്കണക്കിന് കോടി രൂപ അവിടെ ഇങ്ങനെ കരുതൽ പണമായി കിടക്കുകയാണ്. അൺക്ലെയിംഡ് ആയിട്ട് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപ, ഇപ്പോൾ ഏതാണ്ട് 3,60,000 കോടിയാണ് എന്ന് ഏകദേശ കണക്ക്. അങ്ങനെ ഈ ലക്ഷക്കണക്കിന് കോടി രൂപ ആരും ചോദിക്കാനില്ല. ചോദിക്കാതെ വരുന്നത് എന്തുകൊണ്ട്? പ്രൊവിഡന്റ് ഫണ്ടിൽ വരിക്കാരാകുന്നവർ കുറെ കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ജോലി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ചെന്ന് വീണ്ടും പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുന്നു, ഈ കൊടുക്കുന്നത് തിരിച്ചെടുക്കാതെ, അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് നന്നായി പഠിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പദ്ധതി, അതിനകത്ത് കിടക്കുന്ന ഫണ്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടണം എന്ന ഒരു നിലപാട് രാമാനുജത്തെ പോലെ അല്ലെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും വളരെ ശക്തമായി. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന CITU അങ്ങനെ ഒരു പെൻഷൻ പദ്ധതി വന്നപ്പോൾ രാജ്യത്ത് ഒരുപാട് കോടതികളിൽ കേസ് കൊടുത്തു. ആ പെൻഷൻ പദ്ധതി അങ്ങനെ പോരാ, ഇങ്ങനെ സ്വാഭാവികമായും വ്യത്യസ്തമായ നിലപാടുകൾ പലരും എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ആ ഒരു നിയമം പാസ്സാക്കി പെൻഷൻ പദ്ധതി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ അറിയാം, അതിൽ കൊണ്ടുവന്നിരുന്ന നിബന്ധന എല്ലാ വർഷവും അത് പുനഃപരിശോധിക്കും, റിവ്യൂ ചെയ്യും, അതിൽ DA എലമെന്റ് കൂട്ടും അല്ലേ ബാബു? ഓർമ്മയുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും അങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ഉള്ള പ്രൊവിഡന്റ് ഫണ്ട്, ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രയോജനം നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന ഒരു സാഹചര്യം. തൊഴിലാളികൾ എറുമ്പ് അരി ശേഖരിക്കുന്നത് പോലെ നമ്മളൊക്കെ പാടുപെട്ടുണ്ടാക്കി വെച്ച കോടികൾ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രയോജനം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സേവന കാലഘട്ടം കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഒരു സേവന കാലഘട്ടം കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ 65-70 വയസ്സ് വരെയൊക്കെയാണ് റിട്ടയർമെന്റ് കാലം. ആ 65-70 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ആ റിട്ടയർ ചെയ്യുന്നവരുടെ പൂർണ്ണമായ ജീവിതം ആ സർക്കാർ ഏറ്റെടുക്കുകയാണ്. അതിന് വ്യക്തമായ പദ്ധതികൾ എല്ലാ രാജ്യങ്ങളിലും നിലവിലുണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് 144 കോടി ജനങ്ങളെല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള പദ്ധതികൾ അത്ര മാത്രം ലാഘവത്തോടെ നടപ്പാക്കാൻ കഴിയുന്നതല്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ നയം മാറുമ്പോൾ നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മറുപടി കൂട്ടേണ്ടി വരുന്നത്. പെൻഷൻ എന്ന് പറയുന്നത് ഒരു ആരുടെയും ഔദാര്യമല്ല. ഒരു ജീവിതകാലത്ത് സേവനം കൊടുക്കാൻ കഴിയുന്ന, നിയമപരമായി സേവനം ചെയ്യാൻ പ്രായമുള്ള കാലത്ത്, നമുക്ക് ആരോഗ്യവും നമുക്ക് ആർജവുമുള്ള കാലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു പ്രയോജനം ഒരു രാജ്യത്തിൻ്റെ ജനങ്ങൾക്കോ ഗവൺമെൻറ്റുകൾക്കോ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ കാര്യം നോക്കേണ്ടത് ആ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ള സങ്കല്പമാണ് പെൻഷൻ എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പെൻഷൻ കൊടുക്കുമ്പോൾ 2000 കിട്ടിയ എനിക്ക് പെൻഷനാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് 2000 രൂപ മാസം കിട്ടിയാൽ ഇവിടെ 1000 രൂപ പോലും കിട്ടാത്ത ആളുകൾ ആദ്യം ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 1000 രൂപ മിനിമം പെൻഷൻ ആവണമെന്നായിരുന്നു. ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പറയുന്നത് 9000 രൂപയെങ്കിലും 9000 രൂപ കിട്ടിയാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു മരുന്ന് വാങ്ങിക്കാൻ രാജ്യത്തില്ലാത്ത വില കൊടുക്കേണ്ടി വരുമ്പോൾ 2 ഇഞ്ചക്ഷൻ എടുത്താൽ ആ 9000 രൂപ തീരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് 9000 രൂപ എന്ന് നമ്മുടെ ഡിമാൻഡിന് പോലും ഒരു കരുണ തോന്നേണ്ടതാണ്, അല്ലേ? ഏതൊരു കഠിന ഹൃദയനായ ഭരണാധികാരിയാണെങ്കിലും അയാളുടെ മനസ്സ് കുംഭമേളയ്ക്ക് പോയി മുങ്ങുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള തൊഴിലാളികളുടെ ആ ഒരു ജീവിത പ്രയാസങ്ങൾ കാണാനും അതിനനുസരിച്ച് ദൈവമേ ഈ പാവങ്ങളെ കൂടെ ഞാൻ ചേർത്ത് പിടിക്കണമെന്ന് തോന്നേണ്ട ആളുകൾ കപട സന്യാസിമാരായി മാറുകയും കപട പ്രാർത്ഥനകളുമായി പോവുകയും അതിനുവേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുകയും ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് കണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും എല്ലാം നിൽക്കുന്നത്. വളർന്ന ആൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത് വീട് വെച്ച് അവിടെ താമസിച്ചത് കൊണ്ട് നിങ്ങളെ കൊണ്ട് കൊല്ലത്തോട്ട് വരാൻ നിവർത്തിയില്ല. പട്ടിണിക്കാരായ തൊഴിലാളി കൊല്ലത്ത് വണ്ടി കയറി ദിവസം അവിടെ വരണം അല്ലയോ എന്ന് ചോദിച്ചോ. പിന്നെ പണി PF ആഫീസിന്റെ കാര്യം ESIയുടെ ആഫീസ് തന്നെയാണ്. സബ് ജില്ലാ ആഫീസ് തുടങ്ങിയത് അന്നാണ്. ഈ പഴയ ESI ആശുപത്രിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? കാട് പിടിച്ച് അതിനകത്ത് ചളിയും കുണ്ടും കുഴിയെ കിടക്കുക. അതെല്ലാം നേരെയാക്കി പുതിയ കണ്ടം പണിഞ്ഞ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് ആ കാലഘട്ടത്തിലാണ്. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുക, കാലാനുസൃതമായ 10 വർഷം 20 വർഷക്കാലം ആകുമ്പോൾ ആ പെൻഷന്റെ ക്രമത്തിൽ മാറ്റം വരിക തുടങ്ങിയിട്ടുള്ള ആനുകൂല്യം ലഭിക്കാൻ നമുക്ക് അർഹതയുണ്ട്. ആ തുക കണ്ടവന് കയറി നിരങ്ങാനുള്ളതല്ല എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ കാണാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവകാശികളില്ലാത്ത PFന്റെ റെക്കോർഡ് പരമായ തുക 60,000 1 ലക്ഷം കഴിഞ്ഞാൽ അപ്പൊ അവര് പറയുന്ന ന്യായം എന്തെന്നറിയാമോ? നാളെ അവകാശം സ്ഥാപിച്ച് ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആള് മരിച്ചുപോയി, 10 വർഷം കഴിഞ്ഞാണ് അയാൾക്ക് പ്രായപൂർത്തിയായത്. അവകാശി വന്നാൽ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പുതിയ തുക വരും. 10 വർഷത്തിനകം പുതിയ അവകാശി വന്ന് അവകാശം ചോദിക്കുമ്പോൾ ആ 10 വർഷത്തിനകം പുതിയ അവകാശികളില്ലാത്ത തുക വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിന് പിന്നെ മറുപടിയില്ല. ഈ നിലയിൽ നമ്മൾ ജനപ്രതിനിധികൾ പാർലമെന്റിനകത്തും പുറത്തും പോരാടേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ ഈ സഭയിൽ നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത് എന്ന് നിങ്ങളുടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം കൂടി എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. നമ്മൾ പണ്ടേ വിളിച്ചൊരു മുദ്രാവാക്യം, തൊഴിലാളിക്കൊരു പ്രശ്നം വന്നാൽ എല്ലാം ഒന്നാണ്. മോനെ ഞാൻ പറഞ്ഞപ്പോഴാ ഓർമ്മ, എൻ്റെ ആത്മസുഹൃത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാശയം നമ്മൾ ഓർക്കണം. ഇപ്പൊ അതിന്റെ പകർത്തം കളയരുതാ ഞാൻ പറഞ്ഞില്ലല്ലോ. തൊഴിലാളിക്കൊരു പ്രശ്നം വരുമ്പോ എല്ലാം ഒന്നാണ്. കശുവണ്ടി തൊഴിലാളി സമരം ചെയ്താൽ, അല്ലെങ്കിൽ കയറ്റ തൊഴിലാളി സമരം ചെയ്താൽ, സർക്കാർ ജോലിക്കാർ സമരം ചെയ്താൽ അവിടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്നവരെ യൂണിയനുകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അത്രയുള്ളൂ. ആ അർത്ഥത്തിൽ ഈ ആവശ്യങ്ങൾ അതെല്ലാം ഞാൻ വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇപ്പൊ തന്നെ ചെയ്ത് അധിക സമയം കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചുരുങ്ങുന്നു. ഞാൻ രാവിലെ NSലെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന ഒരാളെന്നേക്ക് ഒപ്പം അടിക്കും ഡോക്ടർമാരടിക്കുന്നതായി. ഇപ്പോൾ എന്നെ ഇറക്കി വിട്ടപ്പോഴും അവർക്ക് ദേഷ്യം മുഖത്തുണ്ട്, മനസ്സിലും ഉണ്ട്. ഞാൻ തിരിച്ചെല്ലാം അരമണിക്കൂറിൽ തിരിച്ചെല്ലാം ശിവദാസന് മറക്കാൻ പറ്റുമോ? ഞാൻ ഡൽഹിയായിട്ട് പരിചയപ്പെട്ട ലൂധിയാന പഞ്ചാബ് വാല
അപ്പൊ ചാണ്ടിഹറിലായിരുന്നു പോരാട്ടം മുഴുവൻ. 60 കഴിഞ്ഞാൽ പിരിച്ചിട്ട് ഓടിച്ചപ്പോഴാച്ചു പോയി. ഇപ്പൊ 5 വീടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടെങ്കിലും അത് വിളിച്ചോതുന്ന രീതിയിൽ ആ ഒരു സംഘടനാ പ്രവർത്തനമല്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രായം മറന്നുകൊണ്ട് എത്രമാത്രം സമരങ്ങൾ ചെയ്യാം, എവിടം വരെ സമരം ചെയ്യാം, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ശക്തമായ സമര പന്ഥാവിലൂടെ നിരന്തര സമരം നടത്തിക്കൊണ്ടാണ് ഈ PF അംഗങ്ങളായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ടവർ സമരം നടത്തുന്നത്. ഇന്നിപ്പോ ഡൽഹി കേന്ദ്രീകരിച്ച്, ആൾ ഇന്ത്യ ബേസിൽ ഡൽഹി കേന്ദ്രീകരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെ അതിശക്തമായ രീതിയിലുള്ള സമര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്, അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്യത്തും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ഈ ബാനറിൽ പറയുന്നത് പോലെ പിച്ചക്കാശല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത്, മാന്യമായ പെൻഷൻ തരണം എന്നാണ് ഞങ്ങളുടെ അവകാശം, ആവശ്യം. കാരണം എന്ന് പറയുന്നത് 1000 രൂപയാണ് ഇന്നത്തെ പെൻഷൻ. 1000 രൂപ കിട്ടുന്നത് എല്ലാവരും ഇല്ല. 1000-ൽ താഴെ രൂപ കിട്ടുന്ന എത്രയോ പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാരുണ്ട്. നമ്മുടെ ആവശ്യം നേരത്തെ രാജേന്ദ്ര സഖാവ് പറഞ്ഞതുപോലെ